അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. അടുത്തിടയ്ക്ക് നിലംതൊടാ തോട്ടം എന്ന് പറഞ്ഞു സിനിമ ഈ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ. എന്തൊരു ചൊറിച്ചില്. കേരളത്തിൽ ഒരു കാലം കഴിയുമ്പോൾ അണിറോസ് ഉദ്ഘാടനം ചെയ്യാത്ത കടകൾ എന്ന് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. അത് അത്യാവശ്യം ദ്രവ്യം കിട്ടാൻ നല്ല അതാന്ന് തോന്നുന്നല്ലേ. നീ കൊറേ നേടുന്നുണ്ടല്ലേ. എല്ലാം വിധിയുടെ വിളയാട്ടം. അതായത് നമ്മൾ അന്ന് ഓപ്പൺ ചെയ്ത കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? എന്താ നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാണല്ലേ. മുതലാളി നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ പിന്നെ വീണ്ടും അതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടകളൊക്കെ അവിടെ നല്ല രീതിയിൽ പോകുന്നത് കാണാറുണ്ട്. ചിലപ്പോ ഓണർ മാറി കാണും. പറയാൻ പറ്റില്ല, കടയോടെ തൂക്കി വിറ്റ് കാണും ചിലപ്പോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. ആളുകൾ തടിച്ചു കൂടുന്നുണ്ടല്ലേ ഇപ്പം? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുവോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടകൾ ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര നായിക? ഓ, എന്തൊരു ചളിയാടോ, ചളി മാറി അങ്ങ് തെറിപ്പിക്കോ. ഒരു ട്രോള് വന്നിട്ടുണ്ട്, സൂപ്പർ ട്രോൾ ആയിരുന്നു അത്. നല്ല വായി ഞാൻ പച്ചമണ്ണ് വരിടും കേട്ടോ. ഓക്കെ, ഒരു അമ്പലം ഉണ്ടാക്കിയല്ലോ ഒരു ആരാധകൻ. നമ്മുടെ പേരിൽ ഒരു അമ്പലം ഉണ്ടാകുമ്പോഴേ അവിടെ ഭക്തന്മാരുണ്ടോ, അവിടെ പൂജ നടക്കുന്നുണ്ടോ, അവിടെ പോയിരിക്കാം എന്നുള്ളൊരു പ്ലാൻ. അത് നല്ല ഒരു ഐഡിയ ആട്ടോ. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാലേ ഒരു നാട്ടുകാരെങ്കിലും രക്ഷപ്പെടും. ദേവാലയ ഇത്രയും വലിയ തമാശക്കാരാണ് നിങ്ങൾ വിചാരിച്ചതേ ഇല്ല. ഓക്കെ ബൈ. പോയിട്ട് വരാം.